പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവെ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ ഈ കാർമൽ മീഡിയയിലൂടെ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ലക്ഷ്യത്തില് പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അങ്ങാണ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. അങ്ങയുടെ വലിയ പദ്ധതിയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ പരിശോധിച്ച് കൂടുതൽ ദൈവകൃപയില്, വചനത്തിന്റെ അടിസ്ഥാനത്തില് ഈ ലോകത്ത് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. നല്ല തമ്പുരാനെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഇവിടെ കുടുംബങ്ങളെയും, ഇവിടെ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജീവിതത്തെ പരിശോധിക്കുവാനും യോഥാമിനെ പോലെ 2 ദിനവൃത്താന്തം 27:6 കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ബലപ്പെടുത്തി എടുക്കാനും വേണ്ട വലിയ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ഈശോ, ഇവിടെ വേദനകളില്, ദുഃഖഭാരങ്ങളില്, സങ്കടങ്ങളില് അങ്ങ് ഇടപെട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് നൽകി. 127-ാം സങ്കീർത്തനം 2-ാം വചനം പറഞ്ഞതുപോലെ, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമയോടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, നമ്മുടെ മക്കളോടും, നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറ്റിയ ചില വീഴ്ചകളും പോരായ്മകളും തോൽവികളും ഒക്കെ മനസ്സിലാക്കി ആ തോൽവികളെ കർത്താവിന് കുരിശോട് ചേർത്ത് വെച്ച് എല്ലാം വിജയമാക്കി മാറ്റിയ കർത്താവിന്റെ കുരിശു മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വലിയ ശക്തി സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മള് ഇനി അങ്ങോട്ട് കുറെ ദിവസങ്ങള് പന്തക്കുസ്തായിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച്, നമ്മെ തന്നെ ഒരുക്കി, നമ്മുടെ കുടുംബത്തെ ഒരുക്കി, നമ്മുടെ മക്കളെ ഒരുക്കി ഈ ദൈവകരുണയുടെ ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു തോൽവിയുടെ മേഖല, നമ്മുടെ മക്കളെ നമ്മൾ കഴിവുകെട്ടവരാക്കിയിട്ടുണ്ടോ? അതായത് ഒരു പ്രതിരോധ ശക്തി, എന്തിനേയും ഏതിനെയും ചേർത്ത് നിൽക്കാനുള്ള വലിയൊരു ശക്തി നമ്മുടെ മക്കൾക്ക് ലഭിക്കും. ഇന്ന് മാതാപിതാക്കൾക്ക് കുറെ നാള് മുതൽ സംഭവിച്ച കാര്യമാണ്. അതായത് ഞങ്ങൾക്കുണ്ടായ കഷ്ടപ്പാട്, ഞങ്ങൾക്കുണ്ടായ ദുരിതങ്ങള്, ദാരിദ്ര്യം ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകരുത് എന്ന് ഒരു നല്ല ആഗ്രഹവും ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുവേണ്ടി മക്കളെ കഷ്ടപ്പാട് അറിയിക്കാതെ, ദാരിദ്ര്യം അനുഭവിക്കാതെ, ഒരു പ്രശ്നം പോലും അനുവദിച്ചു കൊടുക്കാതെ എല്ലാം നൽകി, എല്ലാം ഒരുക്കി, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് എല്ലാ ബുദ്ധിമുട്ടും വേദനകളും ആരെയും അറിയിക്കാതെ ഒരു തലമുറ മക്കളെ വളർത്തി. അങ്ങനെ വളർത്തപ്പെട്ട മക്കള് ഒന്നിനും കൊള്ളില്ലാത്ത ഒരു കഴിവുകെട്ട മക്കളായിട്ട് മാറി. ഇങ്ങനെ പറയില്ല കാരണവന്മാര്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. നമുക്കറിയാം, ഈ ജീവിതം ഒത്തിരി പ്രശ്നം നിറഞ്ഞതാ. പരീക്ഷ, എക്സാം, കുടുംബജീവിതം, ജോലി, ഈ ലോകത്തിലെ ജീവിതം ഭയങ്കരമായ കഷ്ടപ്പാടും. നമ്മൾ പറഞ്ഞ പോലെ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു. ഈ 3 കാര്യത്തിലും നന്നായിട്ട് കഷ്ടപ്പെടണം. ഈ കഷ്ടപ്പാടും സഹനങ്ങളും പിന്നെ എതിർപ്പുകൾ, പ്രതിരോധങ്ങൾ, തോൽവികൾ, കഷ്ടപ്പാടുകൾ ഒത്തിരി കടന്നു വരും.
ഈ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? നല്ല കരുത്ത് വേണം, ബലം വേണം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? തീയിൽ കുരുക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഈ ഒരു അനുഭവം മാതാപിതാക്കള് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പ്രതിരോധ ശക്തിയൊന്നുമില്ല. നോക്കിയേ, ചെറിയ കാര്യം മതി, മക്കളാകെ പാടെ ഡിപ്രഷനായി, സ്ട്രെസ്സായി, പാനിക് അറ്റാക്കായി. അതൊരു വശത്ത്. മറുവശത്ത് പഠനം മുടക്കി, പഠിക്കാൻ പോണില്ല. ഇനി കല്യാണത്തിൽ പ്രവേശിച്ച മക്കളാണെങ്കിൽ കഷ്ടപ്പാട് പ്രശ്നത്തെ ജീവിതമുണ്ടോ? അപ്പൊ തന്നെ ഡൈവോഴ്സ്, ഇട്ടിട്ട് പോരുന്നു, വേറിട്ട് താമസിക്കുന്നു. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ കഴിവുകെട്ടവരാക്കി മാറ്റി. ഒരു പ്രശ്നം ഇപ്പൊ നമ്മളൊക്കെ ഒരു പ്രശ്നം വന്നാൽ നേരിടും. കാരണം ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട്, ദുരിതം അനുഭവിച്ച്, ഒറ്റപ്പെടുത്തപ്പെട്ട്, കളിയാക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ദാരിദ്ര്യം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു തലമുറയാണ്. അതുകൊണ്ട് ആ ഒരു എന്ത് വന്നാലും നമ്മൾ കട്ടയ്ക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, പ്രാർത്ഥിച്ച്, ഉദാശകൾ സ്വീകരിച്ച്, എന്തുണ്ടായാലും, ഞാൻ എന്തുണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നേ, ആ സമയത്ത് നമുക്ക് ഒറ്റ വഴിയുള്ളൂ, ദിവ്യഗാന സന്നദ്ധയില്. പിന്നെ നമ്മൾ പരിശീലിപ്പിച്ച കാർന്നോമാരിലൂടെ, നമ്മുടെ കഴിഞ്ഞ കാലത്തിലൂടെ ലഭിച്ച ആ തീയിൽ കൊരുക്കപ്പെട്ട ഒരനുഭവമുണ്ട്. അത് നമ്മുടെ പൊന്നു മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു പ്രതിരോധ ശക്തിയില്ല. എന്തു വന്നാലും അത് ഒച്ചപ്പാട്, സങ്കടം, നിരാശ, അതിന്റെ പേരിൽ വയലൻസ് ആവുന്നു, ഒച്ചപ്പാട് വയ്ക്കുന്നു. എല്ലാം വരുന്നു. സഹനം വരും, തടസ്സം വരും, രോഗം വരും, എതിർപ്പ് വരും, പരാജയം വരും. ഈ പരീക്ഷ തോറ്റാൽ അപ്പൊ പോയി ആത്മഹത്യ ചെയ്യണം. എന്തോനെ പിള്ളേരാ പരീക്ഷ തോറ്റെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊക്കെ 1000 വട്ടം ആത്മഹത്യ ചെയ്തേനെ. പ്രിയപ്പെട്ടവനെ, ഇതൊക്കെ വരുന്ന്. അത് നേരിടാനുള്ള കഴിവ് അതിന് വേണമെങ്കിൽ ചെറുപ്പം മുതലേ ദാരിദ്ര്യം, കഷ്ടപ്പാട് അനുഭവിച്ചും വളരെ. അതുകൊണ്ട് ഞാൻ പറയും, ഇന്ന് കാരണന്മാര് കഷ്ടപ്പാടും ദുരിതം മക്കളെ അറിയിക്കണില്ല. അറിയിക്കണം. മക്കളെ കഷ്ടപ്പാടുണ്ട്, ദാരിദ്ര്യമുണ്ട്, പിന്നെ എല്ലാം വാങ്ങിച്ചു കൊടുക്കരുത്. അത്യാവശ്യത്തിന് മേടിച്ചു കൊടുക്കണം. ഇതെല്ലാം കൊടുക്കണം. ഭക്ഷണം, പണ്ടൊക്കെ ഞായറാഴ്ച 1 കിലോ പശുവിറച്ചി മേടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവം. ഇന്ന് മക്കൾക്ക് എല്ലാ ദിവസവും ചിക്കൻ കൊടുത്താലും ഒരു വിലയില്ല. ദാരിദ്ര്യം, ഇല്ലായ്മയും കഷ്ടപ്പാടും അത് വില കെട്ടതും വില കുറഞ്ഞതൊന്നുമല്ല. അതിന് വിലയുണ്ട്, അതിന് കരുത്തുണ്ട്, അതിന് ശക്തിയുണ്ട്. അതിലൂടെ പഠിക്കുന്ന പഠനങ്ങളുണ്ട്, ബലപ്പെടുത്തുന്ന ബലപ്പെടുത്തലുകളുണ്ട്, ഉറപ്പിക്കുന്ന ഉറപ്പിക്കലുകളുണ്ട്, പ്രതിരോധ ശക്തിയുണ്ട്. ഇത് വലിയ കാര്യമാണ്. ഇത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നല്ല, ഞാൻ വീണ്ടും പറയണത് മോശമായിട്ട് ചെയ്തതൊന്നുമല്ല, നന്മയ്ക്ക് വേണ്ടി ചെയ്ത. പക്ഷെ ആ നന്മയിൽ നിങ്ങൾക്ക്, നമുക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒത്തിരിയേറെ തിന്മ കടന്നു വന്നു. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, ഞാൻ പറയാൻ, ദാരിദ്ര്യം, ഇല്ലായ്മ, വിശപ്പ്, കഷ്ടപ്പാട് ഇതെല്ലാം അനുഭവിച്ച് വളർന്നാൽ തീയിൽ കൊരുത്തതിന്റെ ഒരു അനുഭവം വെയിലത്ത് വാടത്തില്ല. അത് ഭയങ്കര പവറാ. ദാവീദൊക്കെ അങ്ങനെയാ. അവൻ ഒറ്റയ്ക്ക് ആട് മേയ്ക്കാൻ പോകുമ്പോ, എന്താ പറയുക, കന്നുകാലികൾ ആട് മേയ്ക്കാൻ പോകുമ്പോ ശത്രുക്കൾ വരുന്നു, ചെന്നായി വരുന്നു, സിംഹം വരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏകാന്തത, എല്ലാവരും ഒറ്റപ്പെടും. അതുകൊണ്ടൊരു കരുത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റപ്പെടുത്തലും എല്ലാം അനുഭവിച്ച് ശത്രുക്കള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, കാറ്റും കോളും നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് വളരണം. അതുകൊണ്ട് ഇങ്ങനെ പറയാറില്ലേ, ഈ കാറ്റും കോളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് വളരുന്ന വൃക്ഷങ്ങൾക്ക് നല്ല കാതലുണ്ട്. നല്ല കാതല്, ആ തടി നല്ല പവർഫുൾ തടിയായിരിക്കും. ഇന്ന് മക്കളൊക്കെ ചുമ്മാ ബ്രോയിലർ ചിക്കൻ. മനസ്സിനും ബലമില്ല, ശരീരത്തിനും ബലമില്ല, ആത്മാവിനും ബലമില്ല, പ്രാർത്ഥനയില്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നുപോയി. അതൊരു പ്രിയപ്പെട്ട മക്കളെ, അത് മാതാപിതാക്കളുടെ വലിയൊരു തോൽവിയായിട്ട് ഞാൻ ഈ ദിവസങ്ങളല്ല, പണ്ടും പറയാറുണ്ട്, എന്നും പറയാറുണ്ട്, നമ്മൾ തോൽവിയാണ്. അതുകൊണ്ട് മക്കളെ, ഇനിയുള്ള മക്കളെങ്കിലും മക്കളെ കഷ്ടപ്പാടൊക്കെ അറിയിക്കുക. അവിടെ വേദനയിൽ, നിങ്ങളുടെ വേദനയിൽ അവരെ കൂടി പങ്കുചേർക്കുക. നിങ്ങളുടെ അധ്വാനത്തിൽ അവരെ കൂടി ഞാർക്കുണ്ട്. പണ്ടൊക്കെ നമ്മള് 8 മണിക്ക് സ്കൂളിൽ പോകണം. രാവിലെ എഴുന്നേറ്റ് പള്ളി പോയി വന്ന് വരമ്പ് വയ്ക്കണം, പാടത്ത് വരമ്പ് വയ്ക്കണം, അല്ലെങ്കിൽ ഞാറ് കൊണ്ടുപോയിടണം, അല്ലെങ്കിൽ പായല് പറക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിൽ പോണേ. ആ കഷ്ടപ്പാടിൽ കാർന്നമാര് പങ്കുചേർത്തിരുന്നു. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണം. അവരുടെ ജീവിതത്തില്, ഭാവിയില് ഇനിയൊരു പ്രശ്നം വരുമ്പോ അതിനകത്ത് ജീവിക്കാൻ ഒരു ബലവും കരുത്തും നമ്മുടെ മക്കൾക്ക് വേണം. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തോറ്റുപോയി. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ
അല്ലെങ്കിൽ എവിടെയൊക്കെ പോകേണ്ടി വരും അവിടെയൊക്കെ ചെല്ലുമ്പോ, പ്രലോഭനങ്ങൾ വരുമ്പോ, പ്രശ്നം വരുമ്പോ അതിനെ ചേർത്ത് നിൽക്കാൻ കരുത്തുള്ളവരാക്കി നമ്മുടെ മക്കളെ മാറ്റി വിട്ടില്ലെങ്കിൽ ഡിപ്രഷൻ കയറി സ്ട്രെസ്സായി മരുന്ന് കഴിച്ച് എത്രയോ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലയിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ബലം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ, അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ മക്കൾക്ക് നൽകി ഞങ്ങളുടെ മക്കളെ ബലമുള്ളവരാക്കി മാറ്റണമേ, കരുത്തുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ കൊച്ചുമക്കളെ സഹനം അറിഞ്ഞ്, കട്ടപ്പാട് അറിഞ്ഞ്, തീയിൽ കൊരുത്ത് ബലമുള്ള മക്കളാക്കി മാറാൻ വേണ്ട അഭിഷേകവും കൃപയും നൽകണമേ എന്ന് നമുക്കുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റ്, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ തിന്മ വിചാരിച്ച് ചെയ്തതല്ല. ആ തിന്മ അത് തിന്മയായിട്ട് മാറിപ്പോയി, നന്മയായിട്ട് ചെയ്തത് തിന്മയായി മാറിപ്പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ പൊന്നു മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഈ മേഖലയിൽ അവരെ കഴിവുകെട്ടവരാക്കി മാറ്റിയെന്നും തിന്മയായിട്ട് തീർന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, ഈ മേഖലയിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തിപ്പെടുത്തണമേ, അവരെ കരുത്തുള്ളവരാക്കി മാറ്റണമേ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശാന്തതയോടെ നേരിടാൻ, ഞാൻ നിങ്ങളുടെ കർത്താവാണ്, ശാന്തമാക്കുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് എന്നങ്ങ് പറഞ്ഞില്ലേ 46-ാം അധ്യായത്തില്, സങ്കീർത്തനം 10-ല്. കർത്താവെ, നിങ്ങളുടെ വലിയ അഭിഷേകത്താല്, വലിയ കൃപയാല് നിങ്ങളുടെ മക്കളെ അവിടെ നിന്ന് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചകളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട്, ഒത്തിരി അധ്വാനിച്ച്, ഒത്തിരി ത്യാഗം ചെയ്ത് മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ വഴുതിറ്റി പോണ കാണുമ്പോ ചങ്കുപൊട്ടിക്കാരൻ എത്രയോ മാതാപിതാക്കളെ മക്കളെ വേദന അനുഭവിക്കാതെ, കഷ്ടപ്പാട് അറിയാതെ വളർത്തി, അത് അവർക്കൊരു വില ഇല്ലാത്തതാക്കി തീർത്തു. കർത്താവെ, ഇങ്ങനെയൊക്കെ ചങ്കുപൊട്ടിക്കരയുന്ന അനേക മാതാപിതാക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും സങ്കടങ്ങളും കൂട്ടിവെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രകാശമുള്ള മക്കളാക്കണമേ, നന്ദിയുള്ള മക്കളാക്കണേ, കരുത്തുള്ള മക്കളാക്കണേ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. എല്ലാത്തിനും വേണ്ടി മാതാവിന്റെയും യൗസപിതാവിന്റെയും ഒക്കെ ജീവിതം നമ്മൾ പഠിക്കുന്നു. കട്ടപ്പാട്, ഒത്തിരി ഒറ്റപ്പെടുത്തലുകള്, ഒത്തിരി പലായനങ്ങള്, അതിലൂടെയൊക്കെ കരുപ്പിടിപ്പിച്ച തിരു കുടുംബത്തിന്റെ ആ വലിയ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് അമ്മ മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. ഈശോ അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ശക്തമായ തിരിച്ചറിവുകൾ കർത്താവ് നമുക്ക് തരികയാണ്. അതെല്ലാം ഉൾക്കൊണ്ട് എളിമപ്പെട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അനുതാപത്തോടു കൂടി പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് അടുക്കാം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാം. ഈശോ അല്ലാതെ, കർത്താവ് നൽകുന്ന കൃപയല്ലാതെ വേറൊരു വഴിയുമില്ലല്ലോ. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ.